ഫാമിലി റിലേഷൻഷിപ്പിൽ ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കേണ്ട വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകാരിക പക്വത അല്ലെങ്കിൽ ഇമോഷണൽ ലിറ്ററസിയാണ്. കാരണം നമ്മൾ പലപ്പോഴും അവിടെ പ്രകടിപ്പിക്കുന്നത് കറക്റ്റായിട്ട് ഇമോഷൻ അല്ല, അതായത് ആ സിറ്റുവേഷന് വേണ്ട ഇമോഷൻ അല്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഭാര്യയോട് ഒരു എന്താ പറയുക, ഒരു പ്രോമിസ് ചെയ്തിട്ട് ഞാൻ 7 മണിക്ക് വരാം, ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ, എന്നും 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് വരുന്നൊരു ഭർത്താവ്. ഓക്കെ, ആൾ ഒരു ദിവസം 8 മണി കണ്ടില്ല. നോർമലി ഭാര്യ അപ്പോൾ ഫോൺ വിളിച്ച് നോക്കും, കിട്ടുന്നുണ്ട്, എന്താ കിട്ടിയില്ല, സ്വിച്ച് ഓഫ്. ശരി, മഴയുണ്ട്, 8:30 കാണാനില്ല, വീണ്ടും വിളിക്കും, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലെന്താ, ഭാര്യ മനസ്സിൽ എന്തോ പറ്റി. നോർമലി നെഗറ്റീവ് വരുള്ളൂ, എന്തെങ്കിലും പറ്റിയോ, മഴയാണല്ലോ, 2 വീലർ എടുത്താൽ പോയിക്കണേ. സോ നോർമലി നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും, പലരും വിളിച്ച് നോക്കും, കിട്ടില്ല. അപ്പോൾ ആകെ കൂടെ ഭയവും പേടിയും എല്ലാം കൂടെ അങ്ങനെ ചിലപ്പോൾ ഒരു 9:30 ആവുന്ന സമയത്താവും ഭർത്താവ് വന്ന് കയറുന്നത്. സോ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? നോർമലി കയറുന്ന മനുഷ്യ അല്ലേ, കാരണം നിങ്ങൾ എത്ര നേരമായി വിളിക്കും, ഞാൻ എന്തോരം തീയതിന്നൊന്നും അറിയാം, ദേഷ്യമാണ് അല്ലേ. നോർമലി പാവത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി, മഴയത്ത് എവിടെയോ കെട്ടു ഇരുന്നു, എങ്ങനെയൊക്കെയോ ഭാര്യ പറഞ്ഞൊരു കാര്യം കിട്ടി, ഓർമ്മ വന്നത് മേടിക്കാൻ പോയതാണ്. സോ ഭർത്താവ് ആ സമയത്ത് എന്താ പറയുക, താൻ ഭാര്യ പറഞ്ഞൊരു കുറേ നാളായിട്ട് പറഞ്ഞൊരു കാര്യം കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്ക് കേൾക്കുന്നത് ചീത്തയാണ്. സോ അപ്പോൾ അവിടെ ആവുമ്പോൾ നോർമലി ഇങ്ങോട്ട് കിട്ടും, തിരിച്ച് അങ്ങോട്ട് കൊടുക്കും, പിന്നെ അതൊരു അടുത്ത 2ാം ലോകമായതോ 3ാം ലോകമായതോ. സോ ഇതെന്തിനാ നമ്മൾ ആലോചിച്ച് നോക്കി, പേടിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഭാര്യ ആ ഭർത്താവ് ഒന്നും പറ്റാതെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഹാപ്പി അല്ല ആവണ്ടേ, അവിടെ വരേണ്ട ഇമോഷൻ എന്താ, ഹാപ്പിനെസ് അല്ലേ. പക്ഷെ അവിടെ തിരിച്ച് വന്നത് എന്താ, ആംഗ്രിയാണ്, ദേഷ്യമാണ്. അതാണ് പല പ്രശ്നങ്ങളും. അതാണ് ഇമോഷൻസ്, ഈ കറക്റ്റ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്താൽ കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.